Kim's Health Presents, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. നമസ്കാരം. ഇന്ന് 2025 നവംബർ 12 ബുധനാഴ്ച 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. അനധികൃത തൊഴിലാളികളെ കണ്ടെത്താനുള്ള പ്രചാരണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 52 വിദേശികളെ ബഹ്റൈനിൽ നിന്ന് നാടുകടത്തിയതായി ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചു. തൊഴിൽ വിപണിയുടെ സുസ്ഥിരത ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി നവംബർ 2 മുതൽ 8 വരെ വിവിധ സർക്കാർ ഏജൻസികളുമായി സഹകരിച്ച് 1899 സംയുക്ത പരിശോധനാ ക്യാമ്പയിനുകളാണ് അധികൃതർ നടത്തിയത്. ഈ പരിശോധനകളിൽ 17 അനധികൃത തൊഴിലാളികളെ കണ്ടെത്തി. അതേസമയം നാടുകടത്തിയ 52 പേർ കഴിഞ്ഞ 3 ആഴ്ചകളിലായി പിടിയിലായവരാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ബഹ്റൈൻ ചാപ്റ്റർ തങ്ങളുടെ 17ാമത് വാർഷിക ഫ്ലാഗ്ഷിപ്പ് കോൺഫറൻസ് 2025 നവംബർ 21-22 തീയതികളിൽ ബഹ്റൈനിലെ ഗൾഫ് ഹോട്ടലിലെ ഗൾഫ് കൺവെൻഷൻ സെന്റർ വെച്ച് സംഘടിപ്പിക്കും. ഭാവിക്ക് തയ്യാർ എന്ന വിഷയത്തെ ആസ്പദമാക്കി നടക്കുന്ന കോൺഫറൻസിന്റെ ഉദ്ഘാടന സെഷനിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും. ഇന്ത്യൻ അംബാസഡർ വിനോദ് കെ ജേക്കബ്, KPMGയുടെ മാനേജിംഗ് പങ്കാളി ജമാൽ ഫഖ്റു, ബഹ്റൈൻ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റേഴ്സ് അസോസിയേഷൻ ചെയർമാൻ അബ്ബാസ് അൽ രാദി, വിഖ്യാത നിക്ഷേപകൻ രമേഷ് ദബാനി എന്നിവർ ഇതിൽ ഉൾപ്പെടുന്നു. ഇതുകൂടാതെ രാജസ്ഥാൻ സർക്കാരിൻ്റെ മുൻ ഉപമുഖ്യമന്ത്രിയും രാഷ്ട്രീയ നേതാവുമായ സച്ചിൻ പൈലറ്റ്, മുൻ സെബി ചെയർപേഴ്സണും RBI ഡെപ്യൂട്ടി ഗവർണറുമായ DR മേത്ത എന്നിവരും പങ്കെടുക്കും. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും 34387402 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇത് സംബന്ധിച്ച വാർത്താ സമ്മേളനത്തിൽ ചാപ്റ്റർ ചെയർപേഴ്സൺ CA വിനീത് മാരു, സെക്രട്ടറി CA അഭിഷേക് ഗുപ്ത തുടങ്ങിയവർ പങ്കെടുത്തു. ബഹ്റൈനിലെ ഫുട്ബോൾ പ്രേമികളുടെ കൂട്ടായ്മയായ 40 ബ്രദേഴ്സ് സംഘടിപ്പിക്കുന്ന ജില്ലാ കപ്പ് സീസൺ 3 ഫുട്ബോൾ ടൂർണമെന്റ് നവംബർ 13, 14, 15 തീയതികളിൽ സിഞ്ചിലെ അൽ അഹ്ലി സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ വിവിധ ജില്ലകളെ പ്രതിനിധീകരിച്ച് KMCC കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, BMDF മലപ്പുറം, പാലക്കാട്, തൃശൂർ കൂടാതെ എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള സൗത്ത് സോൺ എന്ന പേരിലുമാണ് വിവിധ ടീമുകൾ മത്സരിക്കുന്നത്. ഓരോ ടീമിനും ഇന്ത്യയിൽ നിന്നുള്ള 3 ഗസ്റ്റ് കളിക്കാരെ ഉൾപ്പെടുത്താൻ അവസരമുണ്ടാകുമെന്ന് സംഘാടകർ അറിയിച്ചു. മത്സര വിജയികൾക്ക് $400 ട്രോഫിയും 2ാം സ്ഥാനക്കാർക്ക് $200 ട്രോഫിയും സമ്മാനമായി ലഭിക്കും. ഇതിനോടൊപ്പം തന്നെ 40 വയസ്സിന് മുകളിലുള്ള കളിക്കാർക്കായി വെറ്ററൻസ് കപ്പ് സീസൺ 3യും സംഘടിപ്പിക്കുന്നുണ്ട്. നവംബർ 13 രാത്രി 9 മണി മുതലാണ് മത്സരങ്ങൾ ആരംഭിക്കുന്നത്. നവംബർ 15 കുട്ടികളുടെ ടൂർണമെൻറ്റും ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ 40 ബ്രദേഴ്സ് പ്രസിഡന്റ് ഹലീൽ റഹ്മാൻ, ട്രഷറർ ഇബ്രാഹിം ചിറ്റണ്ട, റഷീദ് വടക്കാഞ്ചേരി, മുസ്തഫ ടോപ്മാൻ, ഷറഫുദ്ദീൻ മാട്ടൂൽ, ഇസ്മായിൽ ഏലത്തൂർ, നൗഫൽ കണ്ണൂർ, JPK തിക്കോടി, ഷിഹാബ് പ്ലസ്, പ്രസാദ് എന്നിവർ പങ്കെടുത്തു. സ്റ്റുഡൻറ് ഗൈഡൻസ് ഫോറവും എഡ്യൂ പാർക്കും സംയുക്തമായി സംഘടിപ്പിച്ച മിനി മാത്ത് ഒളിമ്പ്യാഡിൻ്റെ സമാപന സമ്മേളനം ബഹ്റൈനിലെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖരുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. മുഖ്യാതിഥിയായി എത്തിയ ഡോക്ടർ രാജു നാരായണസ്വാമി IAS നടത്തിയ പ്രഭാഷണവും തുടർന്നുണ്ടായ ചോദ്യോത്തര വേളയും ചടങ്ങിന് വേറിട്ട അനുഭവം നൽകി. STF ചെയർമാൻ എബ്രഹാം ജോണിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന സമാപനത്തോടനുബന്ധിച്ച് കോഫി വിത്ത് ഡോക്ടർ രാജു നാരായണസ്വാമി എന്ന പരിപാടിയും നടന്നു. തമിഴ് ഇൻ്റർനാഷണൽ എഞ്ചിനീയറിംഗ് ഫോറം സംഘടിപ്പിച്ച ചോദ്യോത്തരവേളയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. പ്രവാസി ഭാരതീയ സമ്മാൻ ജേതാവ് KG ബാബുരാജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മിനി മാത്ത് ഒളിമ്പ്യാഡിൻ്റെ ജൂറി അംഗവും ഇന്ത്യൻ സ്കൂൾ മുൻ അധ്യാപകനുമായ വിജയകുമാർ പരിപാടികളുടെ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി. എഡ്യൂ പാർക്ക് ഡയറക്ടർമാരായ ബഷീർ മുഹമ്മദ്, സക്കറിയ ചുള്ളിക്കൽ, റജീന ഇസ്മയിൽ, STF സഹകാരികളായ സൈഫ് ഹനീഫ്, റിച്ചാർഡ് ഇമ്മാനുവൽ എന്നിവർ പരിപാടികൾ ഏകോപിപ്പിച്ചു. സാംസ്കാരിക സമിതിയുടെ 2025-26 വർഷത്തേക്കുള്ള പുതിയ ഭരണസമിതിയെ സിഞ്ച് സ്കൈഷൽ അപ്പാർട്ട്മെൻറ്റ് ഹാളിൽ നടന്ന ജനറൽ ബോഡി യോഗം തെരഞ്ഞെടുത്തു. റിയാസ് കല്ലമ്പലം പ്രസിഡന്റായും സോവിൻ തോമസ് സെക്രട്ടറിയായും സുനിൽ നീലാച്ചേരി ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു. ബാബു മാഹി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും സാമ്പത്തിക റിപ്പോർട്ടും അംഗീകരിച്ചു. മുതിർന്ന അഡ്വൈസറി ബോർഡ് അംഗം വത്സരാജ് കുമ്പയിൽ ഉദ്ഘാടനം ചെയ്തു. വനിതാവേദി പ്രസിഡന്റ് അമ്പിളി സതീഷ് സ്വാഗതം ആശംസിച്ചു. പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്നവരെ നോർക്ക കെയർ ഇൻഷുറൻസിൽ ഉൾപ്പെടുത്തണമെന്ന പ്രമേയം കേരള സർക്കാരിനോട് യോഗം ആവശ്യപ്പെട്ടു. സതീഷ് പൂമനേക്കൽ വൈസ് പ്രസിഡന്റും സിത്താര മുരളീകൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറിയുമാണ്. ഉപദേശക സമിതി ഉൾപ്പെടെ 24 അംഗ എക്സിക്യൂട്ടീവിനെയാണ് തെരഞ്ഞെടുത്തത്. മെമ്പർഷിപ്പ് സെക്രട്ടറി വിനീത് മാഹി നന്ദി രേഖപ്പെടുത്തി. ബഹ്റൈനിലെ ജീവകാരുണ്യ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഹോപ്പ് സംഘടിപ്പിക്കുന്ന രക്തദാന ക്യാമ്പ് നവംബർ 14 വെള്ളിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു.
സൽമാനിയ ഹോസ്പിറ്റലിലെ ബ്ലഡ് ബാങ്കിൽ നേരിട്ടെത്തി രക്തദാനം ചെയ്യാവുന്നതാണ്. രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയാണ് ക്യാമ്പ് പ്രവർത്തിക്കുക. രക്തദാനത്തിൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് ഹോപ്പ് സംഘടിപ്പിക്കുന്ന 10ാമത് രക്തദാന ക്യാമ്പാണിത്. രക്തദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 3988 9317 3353 0133 3554 1033 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി. ഷെയ്ഖ ഹെസ ഇസ്ലാമിക് സെൻറ്റർ മലയാള വിഭാഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ദഅവ സംഗമം സംഘടിപ്പിക്കുന്നു. റഫാൽ ലുലു ഹൈപ്പർ മാർക്കറ്റിന് സമീപമുള്ള ഇസ്ലാഹ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടക്കുന്നത്. നവംബർ 13 വ്യാഴാഴ്ച രാത്രി 7:30 നടക്കുന്ന പരിപാടിയിൽ ഹ്രസ്വ സന്ദർശനാർത്ഥം ബഹ്റിനിൽ എത്തിച്ചേർന്ന പ്രമുഖ പ്രഭാഷകനും ദാറുൽ ബയ്യന ഇൻ്റർനാഷണൽ ഇസ്ലാമിക് റിസർച്ച് സ്കൂൾ ഡയറക്ടറുമായ ഉനൈസ് പാപ്പിനിശ്ശേരി പ്രഭാഷണം നിർവഹിക്കും. പരിപാടിയിൽ ഷെയ്ഖ ഹെസ ഇസ്ലാമിക് സെൻറ്റർ നടത്തിയ ക്വിസ് മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടക്കും. സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യമുണ്ടാവുമെന്ന് സംഘാടകർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 3927 6327 അല്ലെങ്കിൽ 3809 2855 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായ തണൽ ബഹ്റിൻ ചാപ്റ്റർ വനിതാ വിഭാഗം സമാഹരിച്ച സഹായധനം കൈമാറി. വടകരയിലെ തണൽ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ തണൽ പ്രതിനിധി ആയിഷ ബാനു വനിതാ വിഭാഗം ഭാരവാഹി സക്കീന ബഷീറിൽ നിന്ന് സഹായം ഏറ്റുവാങ്ങി. തണൽ ജനറൽ സെക്രട്ടറി ടി.ഐ. നാസർ, തണൽ ബഹ്റിൻ ചാപ്റ്റർ ചീഫ് കോർഡിനേറ്റർ റഷീദ് മാഹി, പി ബഷീർ, സജിന റഷീദ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തണൽ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ ടി.ഐ. നാസർ പ്രശംസിച്ചു. പാലക്കാട് ജില്ലയിലെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മുൻ പ്രസിഡന്റായിരുന്ന മർഹൂം ഉബൈദ് ചങ്ങലേരിയുടെ സ്മരണാർത്ഥം KMCC ബഹ്റിൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി നൽകുന്ന 2ാമത് ഉബൈദ് ചങ്ങലേരി കർമ്മശ്രേഷ്ഠ അവാർഡിന് മുൻ KMCC ബഹ്റിൻ പ്രസിഡന്റ് SV ജലീലിനെ തെരഞ്ഞെടുത്തു. KMCC ബഹ്റിന് ദീർഘകാല നേതൃപരമായ പങ്ക് വഹിക്കുകയും സംഘടനയ്ക്ക് ഒരു ജനകീയ മുഖം നൽകുകയും ചെയ്ത വ്യക്തിത്വം എന്ന നിലയിലാണ് SV ജലീലിനെ അവാർഡിനായി തെരഞ്ഞെടുത്തതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. KMCC ബഹ്റിൻ സംസ്ഥാന പ്രസിഡന്റും ജൂറി ചെയർമാനുമായ ഹബീബ് റഹ്മാനാണ് അവാർഡ് പ്രഖ്യാപനം നടത്തിയത്. ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ ബഹ്റിൻ നാഷണൽ മദ്രസ കലോത്സവത്തിൻ്റെ വിജയത്തിനായി വിപുലമായ സ്വാഗത സംഘം കമ്മിറ്റി രൂപീകരിച്ചു. സമസ്ത കേരള സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന 14 മദ്രസകളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട 200ഓളം കലാപ്രതിഭകൾ നവംബർ 14, 21 തീയതികളിൽ നടക്കുന്ന കലോത്സവത്തിൽ മാറ്റുരയ്ക്കും. മനാമ സുന്നി സെൻറ്ററിൽ നടന്ന രൂപീകരണ കൺവെൻഷൻ ICF ഇൻ്റർനാഷണൽ ഡെപ്യൂട്ടി KC സൈനുദ്ദീൻ സഖാഫി ഉദ്ഘാടനം ചെയ്തു. SJM റേഞ്ച് പ്രസിഡന്റ് മമ്മൂട്ടി മുസ്ലിയാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് MC അബ്ദുൽ കരീം, അബ്ദുറഹീം സഖാഫി വരവൂർ, അബ്ദുൽ ഹക്കീം സഖാഫി കിനാലൂർ എന്നിവർ പ്രസംഗിച്ചു. ഷമീർ പന്നൂർ കമ്മിറ്റി പ്രഖ്യാപനം നടത്തി. അബ്ദുൽ ഹക്കീം സഖാഫി കിനാലൂർ ചെയർമാനും നസീഫ് അൽ ഹസനി, ഷംസുദ്ദീൻ സുഹരി എന്നിവർ വൈസ് ചെയർമാൻമാരും അബ്ദുറഹീം സഖാഫി വരവൂർ ജനറൽ കൺവീനറും ഷിഹാബുദ്ദീൻ സിദ്ദിഖി, മൻസൂർ ഹസ്നി എന്നിവർ ജോയിൻറ്റ് കൺവീനർമാരായി കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. KMCC ബഹ്റിൻ തിരൂർ മണ്ഡലം കമ്മിറ്റിയുടെ 1ാം വാർഷിക സമ്മേളനവും വാഗൺ ട്രാജഡി അനുസ്മരണവും ശ്രദ്ധേയമായി. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മണ്ഡലം നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സമ്മേളനത്തിൽ വിലയിരുത്തി. മനാമയിലെ ഹൈദരലി ശിഹാബ് തങ്ങൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി വേൾഡ് KMCC സെക്രട്ടറി അസൈനർ കളത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ ചരിത്ര പ്രഭാഷകൻ അബ്ദുറഹ്മാൻ അറയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്യുമെൻ്ററി പ്രദർശനവും ക്വിസ് മത്സരവും നടന്നു. KMCC ഹെൽത്ത് വിങ്ങിലെ ഡോക്ടർ യാസർ ചൊമയിലിനെ ചടങ്ങിൽ ആദരിച്ചു. തിരൂർ മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് കുന്നത്ത് പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. KMCC ബഹ്റിൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര, മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഇക്ബാൽ താനൂർ, ജനറൽ സെക്രട്ടറി അലി അക്ബർ കൈത്തമണ്ണ എന്നിവർ ആശംസകൾ നേർന്നു.
OICC ബഹ്റിൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കോഴിക്കോട് ഫെസ്റ്റ് 25-26 വേണ്ടി 101 അംഗ സ്വാഗത സംഘം വിപുലീകരിച്ചു. വിവിധ കലാകായിക പരിപാടികളോടെയാണ് ഫെസ്റ്റ് നടക്കുക. കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീജിത്ത് പനായിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം OICC ദേശീയ പ്രസിഡന്റ് ഗഫൂർ ഉണ്ണികുളം ഉദ്ഘാടനം ചെയ്തു. ബോബി പാറയിൽ മുഖ്യപ്രഭാഷണം നടത്തി. പ്രവീൺ ദാസ് കൺവീനറായും വിൻസെന്റ് കക്കയു പ്രോഗ്രാം ചെയർമാനായും വിവിധ സബ് കമ്മിറ്റികൾക്ക് രൂപം നൽകി. കുട്ടികളുടെ ചിത്രരചന, ക്വിസ്, വനിതാ സംഗമം, പാചക മത്സരം, ക്രിക്കറ്റ്, വോളിബോൾ, കമ്പവലി തുടങ്ങിയ മത്സരങ്ങൾ ഫെസ്റ്റിന്റെ ഭാഗമായി ഉണ്ടാകും. ജില്ലാ ട്രഷറർ പ്രദീപ് മൂടാടി നന്ദി പറഞ്ഞു. In the heart of Bahrain, where every story matters, one source keeps you informed, inspired, and engaged. From politics to sports, business to entertainment, we bring you the news that shapes the kingdom. Anytime, anywhere, breaking stories at your fingertips. The Daily Tribune, your trusted voice.